ഗുഡ് ആഫ്റ്റർനൂൺ ആൻഡ് വെൽക്കം ടു ഡോക്ടേഴ്സ് ക്യാബിൻ. ഇന്നത്തെ ഡോക്ടേഴ്സ് ക്യാബിനിൽ നമ്മൾ കൊച്ചുകുട്ടികളുടെ ഹൃദയാരോഗ്യത്തെ പറ്റിയാണ് സംസാരിച്ചത്. എന്നാൽ ഇന്ന് ഡോക്ടേഴ്സ് ക്യാബിനിൽ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് കുട്ടികളിലെ പൊതുവായി ഉണ്ടാകുന്ന പ്രശ്നങ്ങളും അതിനുള്ള പരിഹാര മാർഗ്ഗങ്ങളുമാണ്. ഡോക്ടർ അനസ് ചിൽഡ്രൻസ് ക്ലിനിക്കിൽ നിന്നും പീഡിയാട്രീഷ്യനായ ഡോക്ടർ അനസ് നമ്മളോടൊപ്പം ഉണ്ട്. ഡോക്ടർ വെൽക്കം ടു ഡോക്ടേഴ്സ്. ഹലോ. അപ്പം പൊതുവെ കുട്ടികളിൽ കാണപ്പെടുന്ന മേ ബി ചെറുതായിട്ട് തോന്നുന്നതായിരിക്കാം, പക്ഷേ അത് വലിയ പ്രശ്നങ്ങളിലേക്ക് എത്തിക്കുന്ന കുറേ ആരോഗ്യ പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ ഈ സീസണിൽ നമ്മൾ കണ്ടുവരുന്നതാണ് അണുബാധ കൊണ്ടുണ്ടാവുന്ന പ്രശ്നങ്ങൾ കൊച്ചുകുട്ടികളിൽ പ്രത്യേകിച്ച് കാണാറുണ്ട്. അപ്പോൾ ഇത് തടയാനായിട്ട് നമുക്ക് എന്തൊക്കെ ചെയ്യാം? ഈ പ്രധാനമായിട്ട് ഇപ്പോൾ ഈ കുട്ടികളിൽ ചുമ, ജലദോഷം, പനിയും, വയറിളക്കം, ഛർദി. അപ്പോൾ ഇത് ബേസിക്കായിട്ട് നമ്മൾ കൈ കഴുകുകയാണെങ്കിൽ ഇത്രയും കാര്യങ്ങൾ നമുക്ക് ചിലൊരു പകുതിയോളം അധികം ഈ റെസ്പിറേറ്ററി ഇൻഫെക്ഷൻ, ചുമ, ജലദോഷമൊക്കെ കൈ കഴുകിയാൽ തന്നെ പ്രിവെൻറ്റ് ചെയ്യാന്ന് പറയുന്നത് ഒരു കുട്ടീന്ന് മറ്റു കുട്ടികൾക്ക് പകരുന്നത്. അതുപോലെ വയറിളക്കവും ഛർദിയും. അപ്പോൾ നമ്മൾ കുട്ടികളെ തന്നെ ആദ്യം തന്നെ ഹൈജീൻ പഠിപ്പിക്കുക. സ്കൂളിൽ പോകുമ്പോഴും അതുപോലെ ഈ പറഞ്ഞ ടവലും മറ്റും ഉപയോഗിക്കാനും കൈ കഴുകാനും അതൊക്കെ കാര്യങ്ങളൊക്കെ അവരെ കൊണ്ട് ചെറുപ്പപ്രായം തൊട്ടേ നമ്മൾ പ്രാക്ടീസ് ചെയ്ത് അവരെ വളർത്തിക്കൊണ്ടുവരിക. അപ്പോൾ ഒരു ഹൈജീൻ ആയിട്ട് ഡിപ്പെൻഡ് ചെയ്താണ് ഇരിക്കുന്നത്. ഇനി ഇൻ കേസ് രോഗം വന്നു കഴിഞ്ഞാൽ പല പേരൻസും ചിലപ്പോൾ അവർക്ക് എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയാൻ പറ്റില്ല. അതായത് പെട്ടെന്ന് തന്നെ ഡോക്ടറിൻ്റെ അടുത്ത് കൊണ്ടുപോകണോ അതോ കുട്ടീനെ കുറച്ച് ദിവസം വീട്ടിലിരുത്തി രോഗം എന്താവുമെന്ന് അറിഞ്ഞിട്ട് ഡോക്ടറിൻ്റെ അടുത്ത് കൊണ്ടുപോകണോ എന്നൊരു സംശയം ഉണ്ടാവും. പക്ഷെ ശരിക്കും എന്താണ് ചെയ്യേണ്ടത്? ഒരു കൊച്ചു കുഞ്ഞിൽ എന്തെങ്കിലും അസുഖം കണ്ടു കഴിഞ്ഞാൽ നമ്മൾ അപ്പോൾ തന്നെ മെഡിക്കൽ സപ്പോർട്ട് എടുക്കേണ്ട ആവശ്യമുണ്ടോ? കുഞ്ഞ് വളരെ ആക്റ്റീവാണ്, ചെറിയ പനിയൊക്കെ ഉള്ളൂ എങ്കിൽ നമ്മൾ അധികം അറിയേണ്ട ആവശ്യമില്ല. വീട്ടിൽ തന്നെ 2 ദിവസം നോക്കിയിട്ട് ഡോക്ടറെ കണ്ടാൽ മതി. അത് മറ്റു ബുദ്ധിമുട്ടുകൾ, ഇപ്പോൾ തൊണ്ടവേദനയുണ്ട്, അല്ലെങ്കിൽ മൂത്രമൊഴിക്കുന്ന പ്രയാസമുണ്ട്, തലവേദനയുണ്ട്, ശരീരവേദന ഒത്തിരി കൂടുതലുണ്ട്, കുഞ്ഞിന് തീരെ വയ്യ, ആ ഒരു അവസ്ഥയുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഡോക്ടറെ ഉടൻ തന്നെ നമ്മൾ കൺസൾട്ട് ചെയ്യേണ്ട ആവശ്യമുണ്ട്. ഇനിയിപ്പോൾ കൺസൾട്ട് ചെയ്താൽ തന്നെ നമ്മൾ ഡോക്ടർ ഡയഗ്നോസ് ചെയ്തിട്ട് ഒരു ആൻറ്റിബയോട്ടിക് എഴുതുകയാണെങ്കിൽ തീർച്ചയായിട്ടും അത് നമ്മൾ കൊടുക്കണം. പലപ്പോഴും പാരൻസ് നമ്മുടെ അടുത്തേക്ക് വരാറുണ്ട്, 2 ബോട്ടിൽ ആൻറ്റിബയോട്ടിക് കൊടുത്തു കഴിഞ്ഞാൽ അത് ഒരു കുപ്പി കൊടുക്കുക, ശേഷം പിന്നീട് വരുമ്പോൾ ബാലൻസ് ഉള്ള കുപ്പിയായിട്ട് വരിക. അപ്പോൾ അങ്ങനെ ആ ഒരു മെഡിസിന്റെ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യേണ്ടത്. അതെ, കോഴ്സ് ഈസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. നമ്മളിപ്പോൾ ഒരു കുഞ്ഞിനെ ആൻറ്റിബയോട്ടിക് ഡോക്ടർ എഴുതിയിട്ടുണ്ടെങ്കിൽ അത് മിനിമം ഒരു 5 days എങ്കിലും നമ്മൾ ആ ഒരു അസുഖം മാറി. അതൊരു കോഴ്സ് എന്ന് പറയുമ്പോൾ പലപ്പോഴും പനി വിട്ടിട്ട് ഒരു 2 ദിവസം എക്സ്ട്രാ, അതാണ് ഒരു കോഴ്സ് നമ്മൾ പറയുന്നത്. അപ്പോൾ വളരെ ചെറിയ ഗ്രൂപ്പ് ആൻറ്റിബയോട്ടിക് മാത്രമേ 3 days കൊടുക്കാൻ പറ്റുള്ളൂ. പക്ഷേ ബാക്കി മിക്ക ആൻറ്റിബയോട്ടിക്കുകളും മിനിമം 5 to 6 days നമ്മൾ കറക്റ്റായിട്ട് കംപ്ലീറ്റ് ചെയ്ത് കോഴ്സ് കൊടുത്തിരിക്കണം. ഈ പലപ്പോഴും ആൻറ്റിബയോട്ടിക് കൊടുക്കുമ്പോൾ പാരൻസ് ചെറിയ മിസ്റ്റേക്കുകൾ, അപ്പോൾ ഇത് എങ്ങനെ പ്രിപ്പയർ ചെയ്യണം. അപ്പോൾ മിക്ക ആൻറ്റിബയോട്ടിക്കും എഴുതിയിട്ടുണ്ട് ഇതിൽ നമ്മൾ ബോയിൽഡ് ആൻഡ് കൂൾഡ് വാട്ടർ ഒഴിക്കണം എന്നുള്ളത്. തിളപ്പിച്ചിട്ട് ഫുൾ ആറി വെള്ളം ഒഴിക്കാൻ പാടുള്ളൂ. ഒരിക്കലും നമ്മൾ ചൂടുവെള്ളം ഈ ആൻറ്റിബയോട്ടിക്കിൽ മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ആ ആൻറ്റിബയോട്ടിക്കിൻ്റെ ഗുണം നഷ്ടപ്പെട്ടു പോകും. അതുപോലെ പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ മിക്ക ആൻറ്റിബയോട്ടിക്കുകളും ഒരു പ്രത്യേക ടെമ്പറേച്ചറിന് ഇതിൽ വെക്കേണ്ടതാണ്. അപ്പോൾ പലപ്പോഴും ഫ്രിഡ്ജിൽ വെക്കാനാണ് അതിൽ എഴുതി കാണാറ്. അപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ നമ്മളത് ഫ്രിഡ്ജ് ഉപയോഗിക്കുന്നവരാണെങ്കിൽ ഫ്രിഡ്ജിൽ തന്നെ വെക്കണം. ഇനി ഫ്രിഡ്ജ് നമ്മൾ ഇല്ലാത്തവരാണെങ്കിൽ ഒരു കുഴപ്പമില്ല, വിഷമിക്കേണ്ട ആവശ്യമില്ല. ഒരു സ്റ്റീൽ പാത്രത്തിൽ വെള്ളത്തിൽ ഇറക്കി വെച്ചാൽ മതി. അതൊരു പ്രത്യേക ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്ത് പൊക്കോളും. അപ്പോൾ ഈ ആൻറ്റിബയോട്ടിക് നമ്മൾ ഇത്ര നിശ്ചിത അളവ് ടെമ്പറേച്ചറിൽ സ്റ്റോർ ചെയ്യണം. കൊടുക്കാൻ നേരം അതെടുക്കുക, അത് കുറച്ച് മുടിയിൽ ഒഴിച്ചിട്ട് ആ അളവ് വെച്ചിട്ട് തണുപ്പ് മാറിയ ശേഷം കുഞ്ഞിന് കൊടുക്കുക. ഇപ്പോൾ ഒരു തവണ ഉപയോഗിച്ച മരുന്ന് ഇപ്പം ചിലപ്പായിരിക്കാം ഡോക്ടർ പറഞ്ഞ പോലെ തന്നെ ചിലപ്പോൾ അത് കോഴ്സ് കംപ്ലീറ്റ് ആയി കാണില്ല, കുട്ടിയുടെ അസുഖം കുറഞ്ഞു കഴിഞ്ഞ്. അപ്പോൾ അടുത്ത തവണയും കുട്ടിക്ക് പനി വരുമ്പോൾ ഈ സെയിം മരുന്ന് തന്നെ പാരൻസ് കൊടുക്കുന്നത് അത് കുട്ടിക്ക് ഏതെങ്കിലും വിധത്തിൽ ആരോഗ്യ പ്രശ്നം ഉണ്ടാക്കും? അത് ഒരു ആൻറ്റിബയോട്ടിക്കും പ്രത്യേകം എഴുതിയിട്ടുണ്ട്. അത് പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അത് 7 days യൂസ് ചെയ്യണം എന്നുള്ളതുണ്ട്. അപ്പോൾ അതിനുശേഷം പിന്നെ അത് യൂസ് ചെയ്തിട്ട് കാര്യമില്ല. പിന്നെ മരുന്ന് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, കുഞ്ഞ് ഉടനെ തന്നെ അത് ഛർദ്ദിച്ചു പോയി, അതല്ലെങ്കിൽ കുഞ്ഞ് മരുന്ന് തുപ്പിക്കളഞ്ഞു, അപ്പോൾ അരമണിക്കൂറിനുള്ളിൽ മരുന്ന് തുപ്പിക്കളയോ ഛർദ്ദിച്ച് കളയോ ചെയ്യണമെങ്കിൽ മരുന്ന് വീണ്ടും നമ്മൾ കൊടുത്താലാണ് ഇതൊരു കോഴ്സ് കംപ്ലീറ്റ് ആവുള്ളൂ. ആ മരുന്ന് ഉള്ളിൽ ചെന്നായിട്ട് നമുക്ക് കണക്കാക്കാൻ പറ്റുള്ളൂ. അപ്പോൾ മരുന്ന് കുട്ടിക്കളഞ്ഞു, തുപ്പിക്കളഞ്ഞു, 3 ദിവസം കഴിഞ്ഞ് മരുന്ന് കഴിഞ്ഞു പറഞ്ഞ് ഡോക്ടറെ അടുത്തേക്ക് അസുഖം മാറില്ല എന്ന് പറഞ്ഞ് വരുന്നത് അത് ശരിയുള്ള കാര്യമല്ല. അപ്പോൾ മരുന്ന് തുപ്പിക്കളയോ കുട്ടിക്കളയോ മരുന്ന് നഷ്ടപ്പെട്ടു പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഡോക്ടറെ അടുത്ത് വന്നിട്ട് വീണ്ടും മരുന്ന് വാങ്ങിച്ച് അത് കണ്ടിന്യൂ ചെയ്യണം. നമ്മളൊരു 4 days വരെയെങ്കിലും നമ്മൾ ഒരു മരുന്ന് തുടങ്ങിക്കഴിഞ്ഞാൽ വി ക്യാൻ വെയിറ്റ്. കൊച്ചിന് വലിയ കുഴപ്പമൊന്നുമില്ല, മരുന്ന് കൊടുക്കുന്നുണ്ടെങ്കിൽ ഒരു 3-4 ദിവസം വരെ പനി മാറാൻ സമയമെടുക്കും. ഒരു 48 hours മിനിമം പനി മാറാൻ വേണ്ടി സമയമെടുക്കും. ആൻറ്റിബയോട്ടിക് കൊടുത്ത ഉടനെ തന്നെ പനി വിട്ടണമെന്ന് നിർബന്ധമില്ല. അപ്പോൾ അത് കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ഇനിയിപ്പോൾ പനി വിട്ടുമാറുന്നില്ല എങ്കിൽ ഇപ്പോൾ ഡോക്ടർ പറഞ്ഞല്ലോ ഒരു പനി മാറണമെങ്കിൽ ഒരു 4-5 days എടുക്കും എന്ന് പറഞ്ഞല്ലോ. ഇൻ കേസ് അത് കഴിഞ്ഞും പനി മാറുന്നില്ല എന്നുണ്ടെങ്കിൽ അടുത്ത ഒരു സ്റ്റെപ്പ് എന്താണ്? അതെ, ഇപ്പോൾ നമ്മളിപ്പോൾ പനിയുണ്ട്, ഇപ്പോൾ വീട്ടിൽ വെച്ചിട്ട് നല്ല പനി ഉണ്ടെങ്കിൽ നമ്മൾ ആദ്യം പനിയുടെ മരുന്ന് ഒരു 6 hours കൂടുമ്പോൾ കൊടുത്തുകൊണ്ടിരിക്കാം. ഇനിയിപ്പോൾ ഒത്തിരി കൂടുതൽ പനിക്കുകയാണെങ്കിൽ നമുക്ക് കുഞ്ഞിനെ തുടച്ചു കൊടുക്കാം. പനി എങ്ങനെ ഇപ്പോൾ രാത്രിയിലൊക്കെ പെട്ടെന്ന് പനി കൂടി കഴിഞ്ഞാൽ ഹോസ്പിറ്റലിൽ പോകാൻ പറ്റുന്ന അവസ്ഥയുണ്ടെങ്കിൽ നമുക്ക് തുടച്ചു കൊടുക്കാം. അപ്പോൾ തുടയ്ക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ പൈപ്പിൽ വെള്ളം എടുത്തിട്ട് അത് തുണി മുക്കി പിഴിഞ്ഞ് ദേഹം ആസകലം നമ്മൾ തുടയ്ക്കണം. ഫുൾ ബോഡി തുടയ്ക്കുക.
കൂടുതലായിട്ടും കക്ഷഭാഗവും തൊടഭാഗവും തുടർച്ചയായിട്ട് ഒരു 10 മിനിറ്റ് നമ്മൾ തുടച്ചു കഴിഞ്ഞാൽ കുഞ്ഞിൻ്റെ പനി ഒരു പരിധിവരെയൊക്കെ മാറിക്കോളും. പിന്നെ പനി മിക്കവാറും ഡോക്ടേഴ്സ് പനി കൂടുമ്പോൾ കൊടുക്കുന്ന വേറൊരു മരുന്നുണ്ട്, അതും മിക്കവാറും തന്നു വിടാറുണ്ട്. ഇനി ഹൈ ഫീവർ ഒത്തിരി വരുന്ന കുട്ടികളാണെങ്കിൽ നമ്മളിപ്പോൾ ഈ സപ്പോസിറ്ററി എമർജൻസിക്ക് വേണമെങ്കിൽ നമുക്ക് വീട്ടിൽ സൂക്ഷിക്കാവുന്ന കാര്യമാണ്. ഈ പനി കൂടുമ്പോൾ നമ്മൾ ഈ മലദ്വാരത്തിൽ വെക്കുന്ന ഒരു ഗുളികയാണ് സപ്പോസിറ്ററി. എമർജൻസിയിൽ അങ്ങനെ ഒത്തിരി ഹൈ ഫീവർ ഒക്കെ വരുന്ന കുട്ടികളാണെങ്കിൽ നമുക്ക് ആ ഒരു ടാബ്ലറ്റ് മരുന്ന് വേണമെങ്കിൽ സപ്പോസിറ്ററി വീട്ടിൽ നമുക്ക് സ്റ്റോർ ചെയ്യാം, അതിൽ തെറ്റില്ല. ഇപ്പൊ ഈ പനിയുള്ള സമയത്ത് കുട്ടികളുടെ ആരോഗ്യകാര്യത്തിൽ ആഹാരകാര്യത്തിൽ എന്തെങ്കിലും ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ടോ? ഒത്തിരി ഹെവി ഫുഡ് കൊടുക്കാതിരിക്കുന്നതായിരിക്കും എപ്പോഴും ഭേദം. നമ്മൾ ലൈറ്റ് ആയിട്ടുള്ള ഭക്ഷണങ്ങൾ മെയിൻറ്റെയിൻ ചെയ്ത് പോയി കഴിഞ്ഞാൽ ഒത്തിരി റെസ്റ്റ് ഒക്കെ കൊടുത്ത് അങ്ങനെയാണെങ്കിൽ അതിൽ ഒത്തിരി ഫ്ലൂയിഡ് കൊടുക്കണം. ഫ്ലൂയിഡ് കുറഞ്ഞ വലിയ പറഞ്ഞ ടെമ്പറേച്ചറൊക്കെ നിൽക്കും. അപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് റിക്കവർ ആയിക്കോളും. നമുക്കൊരു കോളർ ഉണ്ട്. വെൽക്കം ടു ഡോക്ടേഴ്സ് ക്യാബിൻ. ആരാണ്? ഹലോ, എന്റെ പേര് സ്മിത എന്നാണ്. സ്മിത, ഡോക്ടറിനോട് സംസാരിച്ചോളൂ. ഹലോ സ്മിത. സ്മിത പറയൂ. എനിക്കൊരു മോളുണ്ട്, 6 വയസ്സായി. പക്ഷെ അവർക്ക് BCG എടുത്ത പാട് കയ്യിലില്ല, അതുകൊണ്ട് വല്ല കുഴപ്പമുണ്ടോ? ഒരു പരിധിവരെ BCGയുടെ പാടില്ലെങ്കിലും അത് പ്രൊട്ടക്റ്റഡ് ആയിരിക്കും സ്മിത. പിന്നെ BCG എടുത്താൽ നമ്മൾ ട്യൂബർക്ലോസിസ് എല്ലാവിധ TBയും നമ്മൾ പ്രിവെന്റ് ആകുന്നില്ല. കൂടുതൽ രീതിയിൽ ഒത്തിരി സിവിയർ ആയിട്ടുള്ള ക്ഷയരോഗം മാത്രമേ, ചില തലച്ചോറിലും കുടലിലും എല്ലിലൊക്കെ വരുന്ന TB മാത്രമേ അത് പ്രിവെന്റ് ചെയ്യുന്നുള്ളൂ. BCG എടുത്തവർക്കും നമ്മൾ ഇപ്പോൾ കൂടുതലായിട്ടും കുട്ടികളിൽ നമ്മൾ ഈ നമ്മുടെ നാട്ടിൽ TBയുടെ അണുക്കൾ ഒത്തിരി കൂടുതലാണ്. ഒരു 5 പേരിൽ എടുക്കുകയാണെങ്കിൽ 2-3 പേർക്ക് TB ഉണ്ടെന്നാണ് നമ്മുടെ കണക്കുകൾ പറയുന്നത്. അപ്പം അങ്ങനെ വരുമ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ബാല TB എന്നുള്ള അസുഖങ്ങളൊക്കെ വരാനുള്ള സാധ്യതകളുണ്ട്. അപ്പം അങ്ങനെ പറയൂ. 6 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് എടുത്തു, ഇനി 10 വയസ്സിലേ ഉള്ളൂ. വാക്സിനേഷൻ കറക്റ്റ് സമയാസമയം എടുക്കണം, നമ്മളത് കൃത്യമായിട്ട് എടുക്കണം. വാക്സിനേഷൻ BCG കുഴപ്പമില്ല. ഇപ്പൊ കുഞ്ഞിന് 6 വയസ്സായല്ലോ, ഇനിയിപ്പോൾ അതിനെക്കുറിച്ച് അധികം ബോധേഡ് ആവേണ്ട ആവശ്യമില്ല. നന്നായിട്ട് ഭക്ഷണം കൊടുക്കുക, ബാക്കിയുള്ള വാക്സിൻസ് കറക്റ്റായിട്ട് എടുത്ത് പോവുക. നമ്മുടെ വാക്സിനേഷൻ നമ്മുടെ പറഞ്ഞോളൂ. വെരി ഗുഡ്. വാക്സിൻ നമ്മൾ എടുക്കണം, എല്ലാ കുട്ടികൾക്കും വാക്സിൻ നമ്മൾ കൃത്യമായിട്ട് കൊടുക്കണം. ശരി, താങ്ക്സ് ഫോർ കോളിംഗ്. ഇപ്പോൾ ഡോക്ടർ പറഞ്ഞതുപോലെ തന്നെ ഇപ്പോൾ പല വാർത്തകളും നമ്മൾ കാണാറുണ്ട്, കുട്ടികൾക്ക് വാക്സിനേഷൻ കൊടുക്കരുത് എന്ന തരത്തിലുള്ള വാർത്തകളൊക്കെ പ്രചരിക്കാറുണ്ട്. ഇനി ഇപ്പോൾ നമ്മൾ ഇത്ര നേരം രോഗം വന്നു കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കണം എന്നാണ് പറഞ്ഞത്. ഇനിയിപ്പം രോഗം വരാതിരിക്കാനായിട്ട് നമ്മൾ ഭക്ഷണ കാര്യത്തിൽ എന്തെങ്കിലും ക്രമീകരണങ്ങൾ വരുത്തിയാൽ കുട്ടികളുടെ രോഗങ്ങളൊക്കെ തടയാൻ സാധിക്കുമോ? തീർച്ചയായിട്ടും. നമ്മളിപ്പം ഈ ചോദ്യം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. വാക്സിനേഷൻ പ്രധാനമായിട്ടും വരുന്ന കുഞ്ഞുങ്ങളിൽ 2 വയസ്സിന് താഴെ വരുന്ന അണുബാധയും ന്യൂമോണിയം മെനിഞ്ചൈറ്റിസും അതുപോലെ ക്ഷയരോഗവും അതുപോലെ പോളിയോവും 5-ാം പനി, മുണ്ടിനീര്, അങ്ങനെയുള്ള ഒരുപാട് അസുഖങ്ങൾ പ്രിവെന്റ് ചെയ്യാനാണ് ഇപ്പോൾ ഗവൺമെന്റ് വാക്സിനേഷൻ ഇപ്പോൾ നിലവിലുണ്ട്. ഇത് നമ്മുടെ ഈ കൊച്ചു കേരളത്തിൽ മാത്രമല്ല, ഇന്ത്യയിൽ മാത്രമല്ല, ലോകമെമ്പാടും ഒരുപാട് സ്റ്റഡീസ് നടത്തിയിട്ട് വാക്സിൻ വന്നിരിക്കുന്നതാണ്, ക്ലിനിക്കൽ ട്രയൽസും ഒക്കെ കഴിഞ്ഞിട്ട്. അപ്പോൾ നമ്മുടെ നാട്ടിൽ മാത്രം ഈ വാക്സിനുള്ളൂ, ഇത് തെറ്റായ ഒരു കാര്യമാണ്, കുഞ്ഞുങ്ങൾ കൊടുക്കരുതെന്നുള്ളൊരു പ്രവണതയും വാർത്തകളൊക്കെ വരുന്നത് നമ്മളത് അതിജീവിക്കുക. നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് കറക്റ്റായിട്ട് വാക്സിൻ കൊടുക്കണം, നിർബന്ധമായിട്ടും കൊടുക്കണം. സർക്കാർ ഇത്രയധികം പ്രോഗ്രാംസും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയാണ്. വാക്സിൻ കൊടുത്താൽ തന്നെ ഒരു പരിധിവരെ അസുഖങ്ങൾ നമുക്ക് പ്രിവെന്റ് ചെയ്യാൻ പറ്റും. പിന്നെ വാക്സിന് പുറമേ നമ്മൾ കുഞ്ഞുങ്ങളുടെ ആരോഗ്യം, പോഷകാഹാരം, അത് നമ്മുടെ നാട്ടിലെ മിക്ക കുട്ടികളുടെയും അനീമിയ, വളർച്ച ഒത്തിരി കൂടുതലാണ്. അതല്ല അണ്ടർ വെയിറ്റ് ആണ് കുഞ്ഞുങ്ങൾക്ക് അധികം. അപ്പോൾ ഈ അനീമിയ നമ്മൾ പ്രിവെന്റ് ചെയ്യണം. പക്ഷേ വളർച്ച ഉണ്ടെങ്കിൽ കുഞ്ഞുങ്ങളിൽ അസുഖം വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. പ്രതിരോധശക്തി കുറഞ്ഞേക്കും. അപ്പോൾ അവരുടെ ഭക്ഷണത്തിൽ നമ്മൾ കൂടുതലായിട്ടും അയൺ, ഇരുമ്പ് അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ കൂടുതലായിട്ട് കൊടുക്കാൻ ശ്രമിക്കുക. ചെറിയ കുഞ്ഞു കുട്ടികൾക്ക് ദയവ് ചെയ്ത് ചായ, കാപ്പി ഇങ്ങനത്തെ കാര്യങ്ങൾ ഒഴിവാക്കുക. കാരണം ചായയും കാപ്പിയിലൊക്കെ ഉള്ള കഫീനും ടാനിനൊക്കെ നമ്മുടെ ഭക്ഷണത്തിൽ ഉണ്ടാകുന്ന അയൺ അതിനെ അബ്സോർബ് ചെയ്ത് കളയും. അപ്പോൾ അതുകൊണ്ട് കുഞ്ഞിനത് കിട്ടാതെ വരും. അപ്പോൾ അതുകൊണ്ട് 5 വയസ്സ് വരെ ഇതുപോലെ ചായയും കാപ്പിയും കാര്യങ്ങളൊക്കെ ഒഴിവാക്കാൻ ശ്രമിക്കുക. അമ്മയുടെ മുലപ്പാൽ 2 വയസ്സ് വരെ കൃത്യമായിട്ട് കൊടുക്കുകയാണെങ്കിൽ ആ കുട്ടികൾക്ക് ഒത്തിരി കൂടുതൽ, കാരണം മറ്റ് പശുപാലുകളും പശുവിൻ്റെ പാലും മറ്റു പാലുകളെക്കാളും കൂടുതൽ അമ്മയുടെ പാലിലാണ് അയൺ സ്രോതസ് കൂടുതലായിട്ടുള്ളത്. അപ്പോൾ അത് കുഞ്ഞിന് കറക്റ്റായിട്ട് അമ്മയുടെ പാല് കറക്റ്റായിട്ട് കൊടുക്കുകയാണെങ്കിൽ 2 വയസ്സ് വരെ കൊടുക്കുകയാണെങ്കിൽ അത് കിട്ടിയിരിക്കും. ഈ എനർജി ഡ്രിങ്ക്സ് ഒക്കെ കുട്ടികൾക്ക് കൊടുക്കുന്നതിൽ, അതായത് ചെറിയ കുട്ടികൾക്ക് കൊടുക്കുന്നതിൽ, അത് അവരെ ഏത് രീതിയിലായിരിക്കും സഹായിക്കുക? അല്ല, എനർജി ഡ്രിങ്ക്സ് ഒത്തിരി സഹായിക്കണ്ടോന്ന് ചോദിച്ചാൽ എനിക്ക് കാരണം പല പേരൻസും ചെറിയ കുട്ടികൾക്കായിട്ട് പൊക്കം വയ്ക്കാനും ആരോഗ്യം വയ്ക്കാനും അയൺ കൂടാനും എന്ന് പറയുന്ന മാർക്കറ്റിൽ ലഭ്യമാകുന്ന എനർജി ഡ്രിങ്ക്സ് വാങ്ങിച്ച് കൊടുക്കാറുണ്ട്. അത് കുട്ടികളെ ശരിക്കും സഹായിക്കുമോ എന്നതാണ് ചോദ്യം. ഒന്നും കഴിക്കാത്ത കുട്ടികൾ, ഭക്ഷണത്തോട് വളരെയധികം വെറുപ്പ് കാണിക്കുന്ന കുട്ടികൾക്ക് ഒരുപക്ഷെ എന്തെങ്കിലും ആയിക്കോട്ടെ എന്നുള്ള രീതിയിൽ, കിട്ടിക്കോട്ടെ എന്നുള്ള രീതിയിൽ കൊടുക്കാം. പക്ഷെ നമ്മുടെ നാട്ടിലെ മറ്റു ആഹാരങ്ങൾ, നമ്മുടെ വീട്ടിൽ പ്രിപ്പയർ ചെയ്യുന്ന ഫുഡും കാര്യങ്ങളൊക്കെ കൊടുക്കുകയാണെങ്കിൽ ഈ പറഞ്ഞ ഇതിലൊക്കെ അടങ്ങിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും അതിൽ നിന്ന് തന്നെ കിട്ടും.
അപ്പോൾ സമീകൃത ആഹാരം, കാർബോഹൈഡ്രേറ്റ്സ്, പ്രോട്ടീൻസ്, ഫാറ്റ്സ്, അതുപോലെ വൈറ്റമിൻസ്, എല്ലാ കളറിലുള്ള ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് അതും മിക്സ് ചെയ്ത് മാറി മാറി കൊടുക്കുകയാണെങ്കിൽ ഈ പറഞ്ഞ പോലെ എല്ലാ വൈറ്റമിൻസും കാര്യങ്ങളൊക്കെ അതിൽ അടങ്ങിയിട്ടുണ്ട്. ഇനി കുട്ടികളിപ്പം പകൽ മുഴുവൻ കളിച്ചിട്ട് വരികയാണെങ്കിൽ രാത്രി നമുക്ക് കാൽവേദന അല്ലെങ്കിൽ കൈക്ക് വേദന കാണാറുണ്ട്. അപ്പോൾ പേരൻസ് പലപ്പോഴും അത് കളിച്ചതിൻ്റെയാണ് എന്ന് പറഞ്ഞ് ചിലത് ഇഗ്നോർ ചെയ്ത് കളയും, ചില അതിൻ്റെ വേദനയായിരിക്കും. മറ്റെന്തെങ്കിലും കാരണങ്ങൾ കൊണ്ട് കുട്ടികൾക്ക് ഈ കാൽവേദന സ്ഥിരമായിട്ട് വരാറുണ്ടോ? നമ്മൾ പ്രാക്ടീസിൽ ഒത്തിരി പിള്ളേർ ഇങ്ങനെ കണ്ടുവരാറുണ്ട്, പ്രത്യേകിച്ചും മുട്ടിൻ്റെ താഴെയും മുട്ടിന് തൊട്ട് മേളിലും. ഇത് പ്രധാനമായിട്ടും നമ്മുടെ കുഞ്ഞുങ്ങളിൽ വളരുന്ന പ്രായത്തിൽ എല്ല് വളരുന്ന ഒരു ഏരിയയാണ് കാലിലെ ഈ രണ്ട് ഭാഗങ്ങൾ. അപ്പോൾ അവിടെ ഒത്തിരി കളിക്കുന്ന ദിവസങ്ങളിൽ രാത്രിയിൽ ആയിരിക്കും മിക്കവാറും പെയിൻ പറയുക, ഗ്രോയിങ് പെയിൻ എന്ന് പറയും, എല്ല് വളരുന്നതിൻ്റെ ഒരു വേദനയാണ്. അപ്പോൾ നമ്മുടെ നാട്ടിൽ ഈ ഒത്തിരി ഇപ്പോൾ വൈറ്റമിൻ D3, അത് സൂര്യപ്രകാശത്തിന് മാത്രം കിട്ടുന്ന ഒരു വൈറ്റമിൻ ആണ്, ഫുഡിൽ നിന്ന് വളരെ കുറച്ചേ കിട്ടുള്ളൂ. അപ്പോൾ അതിൻ്റെ ഒരു കുറവുണ്ടെങ്കിൽ കുഞ്ഞുങ്ങൾക്ക് ഗ്രോയിങ് പെയിൻ എന്ന് വരും. അപ്പോൾ വൈറ്റമിൻ D3 സപ്ലിമെന്റ് ചെയ്ത് കാൽസ്യം കൊടുക്കുകയാണെങ്കിൽ ഈ കാലുവേദന ഒരു പരിധി കുറയാം. മറ്റു പല കാരണം കൊണ്ടും കാലുവേദന വരാം, എല്ലുവേദന വരാം. ഉദാഹരണത്തിന് ഇപ്പോൾ നമ്മുടെ അടിക്കടി പനി വരിക, അസുഖങ്ങൾ വരിക, പല്ല് തേക്കുമ്പോൾ മോർണിംഗ് ചോര് വരിക, അങ്ങനെയൊക്കെ പ്രശ്നങ്ങളുണ്ട്. ആരോഗ്യക്കുറവുണ്ടെങ്കിൽ ബ്ലഡൊക്കെ തീർച്ചയായിട്ടും നമ്മൾ നോക്കണം. ഇപ്പോൾ രക്തസംബന്ധമായിട്ടുള്ള ക്യാൻസർ മറ്റു അസുഖങ്ങളിലും കാലുവേദനകളൊക്കെ പറയാറുണ്ട്. അപ്പോൾ ആ കാര്യങ്ങൾ ശ്രദ്ധിച്ചേക്കണം. നമുക്കൊരു കോളർ ഉണ്ട്. വെൽക്കം ടു ഡോക്ടേഴ്സ് ക്യാബിൻ. ആരാണ്? ഹലോ, എന്റെ പേര് ആതിര എന്നാണ്. ആതിര, ഡോക്ടറോട് സംസാരിച്ചു. പറയൂ. ഹലോ ഡോക്ടർ, എന്റെ മോന് 1.5 വയസ്സായി. 9ാം മാസത്തിലാണ് ഇവന് മീസിൽസിന്റെ ഇഞ്ചക്ഷൻ എടുത്തിട്ടുണ്ടായിരുന്നു. ശരി ആതിര. അപ്പോ നാട്ടിലെ കാർഡ് വെച്ച് നോക്കി, ഞാൻ ഇവിടെ ഉണ്ടായിരുന്നില്ല, മുംബൈയിലായിരുന്നു ആദ്യം. അപ്പൊ അവിടുത്തെ കാർഡ് വെച്ച് എടുത്തപ്പോഴത്തേക്കും അതിൽ 1 ഡോസിന്റെ കാര്യമേ പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ. ഇപ്പം അവന് 1.5 വയസ്സായി. അപ്പോഴ് ഇപ്പൊ ഞങ്ങൾ നാട്ടിലെ കാർഡ് നോക്കിയപ്പോ അതിൽ 5-ാം മണിയുടെ 2ാം ഡോസ് എന്നുള്ള ഒന്നും കണ്ടായിരുന്നു. അപ്പൊ എന്റെ ഡൗട്ട് ഇതാണ്, ഈ 5-ാം മണിയുടെ 2 ഡോസും കൂടെ ഒത്തെടുക്കുവോ? നമ്മൾ വാക്സിനേഷൻ കാര്യം പറയുമ്പോൾ ആദ്യം നമ്മുടെ ഗവൺമെന്റിന്റെ കാർഡിൽ 5-ാം പനിയുടെ ഒരു വാക്സിൻ 9ാം മാസം എഴുതിയിട്ടുണ്ടായിരുന്നു. പിന്നെ അങ്ങോട്ട് പിന്നെ ഒന്നും കാണാറില്ല. ഇപ്പൊ ഏറ്റവും പുതിയ കാർഡ് വെച്ചാൽ 5-ാം പനിയും മുണ്ടുനീരൊക്കെ കൂടുതലായിട്ട് കുട്ടികളിൽ കണ്ടുവരുന്നുണ്ട്. ഇപ്പോൾ ഗവൺമെന്റിൽ നിന്ന് വരുന്ന കാർഡുകളിൽ 5-ാം പനിയുടെ വാക്സിനേഷന് പുറമെ അതിന്റെ ബൂസ്റ്റർ ഡോസും കൂടി എഴുതി കാണുന്നുണ്ട്. അതുപോലെ MMRന്റെ ഒരു കോളം കൂടി അതിൽ ആഡ് ചെയ്തിട്ടുണ്ട്, മംസ്, മീസിൽസ്, റൂബല്ല പ്രിവെന്റ് ചെയ്യാൻ വേണ്ടി. അല്ല, അവിടുത്തെ കാർഡ് നോക്കിയപ്പോ അതിനകത്ത് 2ാം ഡോസ് ഒന്നും ഇല്ല. അപ്പൊ എന്റെ ഡൗട്ട് എന്ന് വെച്ചാല് അവര് ഒത്തെടുത്തത് അതുകൊണ്ടാണോ അത് 2ാം ഡോസ് എഴുതാത്തതെന്നാണ് ഞാൻ ചോദിക്കുന്നത്. ഇല്ല, അങ്ങനെ ഒരുമിച്ച് നമ്മൾ 2 ഡോസ് എടുക്കത്തില്ല. ഒരു ഡോസ് എടുത്തിട്ടുള്ളൂ എങ്കിൽ 2ാമത്തെ ഡോസ് ഇപ്പൊ എടുക്കാം. കാരണം നമ്മളിപ്പോ MMRന്റെ വാക്സിനിൽ എന്ന് പറഞ്ഞാൽ മീസിൽസിന്റെ 5-ാം പനിയുടെ ഒരു കോമ്പൗണ്ട് കൂടി ഉണ്ട്, ആ വാക്സിനിൽ അടങ്ങിയിട്ടുണ്ട്. അത് 1.5 വയസ്സിൽ MMR എടുത്തായിരുന്നു. അപ്പൊ 1.5 വയസ്സിൽ 2 ഇഞ്ചക്ഷൻ എടുക്കുന്ന ടൈം അല്ലേ ഇപ്പൊ? അതെ. MMRും അതിന്റെ ഒപ്പം തന്നെ ഗവൺമെന്റ് തരുന്നുണ്ട്. ഇപ്പൊ MMR ഗവൺമെന്റ് തരുന്നുണ്ട്, DPT അതും ഗവൺമെന്റ് ഇപ്പൊ തരുന്നുണ്ട്. അത് കൂടാതെ ഈ MMR നമ്മൾ ഇപ്പൊ പ്രൈവറ്റ് ഹോസ്പിറ്റൽ ഡെലിവറി ആയ കുട്ടികളുടെ പ്രൈവറ്റ് കാർഡുകളിൽ 5-ാം വയസ്സിലും MMRന്റെ ഒരു 2nd ഡോസ് എഴുതിയിട്ടുണ്ട്. കാരണം നമ്മൾ ഈ 1.5 വയസ്സിൽ എടുക്കുന്ന MMRന്റെ എഫക്ട് 5 വയസ്സാകുമ്പോഴേക്കും തീരുമെന്ന് പറയുന്നത്. അപ്പൊ അതൊന്ന് ബൂസ്റ്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ലൈഫ് ലോങ് ആയിട്ട് അത് പോകുന്നുണ്ട്. MMRന്റെ 2nd ഡോസ് നമ്മളിപ്പോൾ അഡ്വൈസ് ചെയ്യുന്നുണ്ട്. പ്രൈവറ്റിൽ ഒരു ഡോസ് കൊടുത്തു വെച്ചിട്ട് ഒരു കുഴപ്പമില്ല, ടെൻഷൻ അടിക്കേണ്ട. എടുത്തിട്ടില്ലെങ്കിൽ ഒരു ഡോസ് കൂടി എടുത്തോളൂ, അത്രയും നല്ലതാണ്. അല്ല, എന്റെ ഡൗട്ട് ഇതായിരുന്നു, ഡോസ് കൂടി പോവോ എന്നുള്ള ഇതുകൊണ്ടാണ് വിളിച്ചത്. ഇല്ല, നമുക്ക് സംശയം ഉണ്ടെങ്കിൽ ദയവ് ചെയ്ത് നമുക്ക് എടുക്കാം. എടുത്തു വെച്ചിട്ട് വേറെ കുഴപ്പമൊന്നുമില്ല. ഒരു ഗ്യാപ്പ് വന്നിട്ടുണ്ട്, തീർച്ചയായിട്ടും അതിലൊരു കുഴപ്പമില്ല. നമ്മൾ ടെറ്റനസിന്റെ വാക്സിൻ അടിക്കടി എടുക്കുമ്പോഴാണ് ഈ പറഞ്ഞ ഡോസ് കൂടിയിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ കാണാറുണ്ട്. നമ്മൾ വെറുതെ ഓരോ തവണ മുറിവ് ഉണ്ടാകുമ്പോഴും പോയി ടെറ്റനസിന്റെ വാക്സിൻ എടുക്കുന്ന ആവശ്യമില്ല. നമ്മളിപ്പോ 1.5 മാസം, 2.5 മാസം, 3.5 മാസം TT എടുക്കുന്നുണ്ട് DPTയുടെ കൂട്ടത്തിൽ. അതുകൂടാതെ 1.5 വയസ്സിലും DPT എടുക്കുന്നുണ്ട്, 5 വയസ്സിലും DPT എടുക്കുന്നുണ്ട്. അപ്പോൾ എല്ലാം ടെറ്റനസിന്റെ വാക്സിനാണ്. ഇതിന്റെ ഇടയ്ക്ക് ഇപ്പോൾ ഈ കുഞ്ഞുങ്ങൾക്ക് ചെറിയൊരു മുറിവ് വന്നാൽ പോലും TT എടുക്കേണ്ട യാതൊരു ആവശ്യവും അതിന്റെ ഇടയ്ക്ക് വരുന്നില്ല. അല്ലെങ്കിൽ അത്രയും വലിയ ഒരു മുറിവാണെങ്കിൽ മാത്രമേ എടുക്കേണ്ട കാര്യമുള്ളൂ. ചെറിയ മുറിവുകൾക്കൊന്നും TT എടുക്കേണ്ട. അതുപോലെ പിന്നെ 10-ാം വയസ്സിൽ നമ്മൾ ബൂസ്റ്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അത് കുറച്ചങ്ങ് നാള് 16 വയസ്സിലേക്ക് നീണ്ടു പോകാറുണ്ട്. MMRലും ചെറിയൊരു മാറ്റം വന്നിരിക്കുന്നത് ഇപ്പോൾ പ്രൈവറ്റിൽ ജനിക്കുന്ന കുട്ടികൾ ഏറ്റവും പുതിയ കാർഡുകളിൽ നമ്മൾ ചെറുതിൽ കാണുന്നുണ്ട്. 9-ാം മാസം തൊട്ട് MMR എടുത്ത് തുടങ്ങിയിട്ടുണ്ട്. എനിവേ ഗവൺമെന്റ് പ്രോഗ്രാം അനുസരിച്ച് MMR മീസിൽസിന്റെ വാക്സിനാണ് ഇപ്പോൾ 9-ാം വയസ്സിലെടുക്കാം, 9-ാം മാസത്തിലെടുക്കാം. 1.5 വയസ്സിൽ അതിന്റെ ബൂസ്റ്റർ ഗവൺമെന്റ് ഫ്രീ ആയിട്ട് തരുന്നുണ്ട്, അത് എടുക്കാം. 2nd ഡോസ് MMRും കൂടെ എടുത്താൽ അത് കുറച്ചുകൂടി നല്ലതായിരിക്കും. കാരണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 5 വയസ്സിനുള്ളിൽ തന്നെ MMRന്റെ എഫക്ട് കുറയുന്നതുകൊണ്ട് അത് ബൂസ്റ്റ് ചെയ്ത് കൊടുത്താൽ ലൈഫ് ലോങ് ആയിട്ട് അത് നിൽക്കും. താങ്ക്സ് ഫോർ കോളിംഗ്.
നമ്മൾ വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസിയെ കുറിച്ചാണ് പറഞ്ഞത്. ഇപ്പോൾ കുട്ടികൾ കൂടുതലായിട്ടും കണ്ടുവരുന്ന ഒരു കാര്യമാണ് മുട്ടുവേദന അല്ലെങ്കിൽ കാലുവേദന പ്രശ്നങ്ങൾ കുട്ടികളിൽ കാണാറുണ്ട്. എനിക്കൊന്ന് പലർക്കും വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി കൊണ്ടാണ് ഇത് ഉണ്ടാവുന്നതെന്ന് അറിയാൻ പറ്റില്ല. നമുക്കത് എങ്ങനെയാണ്, അതിനെന്തെങ്കിലും മെഡിസിൻ കൊടുത്തുകൊണ്ടാണോ അതോ ആഹാരക്രമത്തിൽ ഉണ്ടാവുന്ന ചേഞ്ചസ് ആണോ, അതെങ്ങനെയാണ് നമുക്ക് വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി മാറ്റിയെടുക്കാൻ സാധിക്കും? വൈറ്റമിൻ D3 ഡെഫിഷ്യൻസി നമ്മൾ ബ്ലഡ് ടെസ്റ്റ് ഉണ്ട്. ഇപ്പോൾ വൈറ്റമിൻ D3 എന്ന ബ്ലഡിൽ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. പിന്നെ ക്ലിനിക്കലി നമ്മൾ ഈ വേദന വന്നു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഈ കാൽസ്യവും വൈറ്റമിൻ D3 കോൺസെൻട്രേറ്റഡ് സപ്ലിമെന്റ് കൊടുത്തു കഴിഞ്ഞാൽ ഒരു 2 ആഴ്ചക്കുള്ളിൽ തന്നെ കുട്ടികളുടെ വേദന മാറി കാണുന്നുണ്ട്. ഓക്കെ. അതുപോലെ സൂര്യപ്രകാശം, നമ്മൾ പണ്ടൊക്കെ സ്കൂളിൽ അസംബ്ലിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഒരു 9:30 to 10:30 അത്ര വലിയ അൾട്രാ വയലറ്റ് ഒന്നും ഉള്ള സമയമല്ല. അതുകൊണ്ട് ആ ടൈമിൽ കുട്ടികളെ സൂര്യപ്രകാശം എക്സ്പോസ്ഡ് ആക്കി കഴിഞ്ഞാൽ വെയിൽ കൊള്ളാൻ പറയുക. ഇപ്പോൾ വീട്ടിൽ നിൽക്കുന്ന ദിവസങ്ങളാണെങ്കിൽ 9:30 to 10:30 സമയത്തുള്ള വെയിൽ കുട്ടികൾ കൊണ്ടു കഴിഞ്ഞാൽ അത്യാവശ്യം ഒരു ദിവസത്തേക്ക് ആവശ്യമുള്ള വൈറ്റമിൻ D3 നമുക്ക് അതിൽ നിന്ന് കിട്ടുമെന്ന് പറയുന്നത്. സൺലൈറ്റ് വൈറ്റമിൻ എന്നാണ് അതിനെ പറയുന്നത്. അപ്പോൾ അമ്മമാരും വീട്ടിൽ നിൽക്കുമ്പോൾ അവരും വെയിൽ കൊള്ളുക. കാരണം അവരും അധികം ഇൻഡോർ ആണ്. പിന്നെ നമ്മുടെ ഇപ്പോഴത്തെ വസ്ത്രധാരണം കൊണ്ട് പലരും ഒത്തിരി എക്സ്പോസ്ഡ് അല്ല, വെയിൽ ഒത്തിരി ശരീരത്തിലേക്ക് കൊള്ളുന്നില്ല. അപ്പം അങ്ങനെ വരുമ്പോൾ ജനിക്കുന്ന കുട്ടികൾക്ക് നമ്മൾ റിക്കറ്റ്സ് ഇപ്പോൾ കൊച്ചൊരു കണ്ടുവരുന്നുണ്ട്. കുട്ടികൾ നടന്നു തുടങ്ങുമ്പോഴേക്കും അവരെ കാല് ഇത്തിരി വളഞ്ഞു വരിക. ഇതൊക്കെ ഇതിന്റെ വൈറ്റമിൻ D3 തന്നെ കുറവുകൊണ്ട് വരുന്നതാണ്. റിക്കറ്റ്സ് എന്നുള്ള അസുഖം കൂടുതൽ വരുന്നുണ്ട്. അപ്പോൾ ഈ കുട്ടികൾക്ക് ജനിക്കുമ്പോൾ നമ്മൾ വൈറ്റമിൻ D3 ഇപ്പോൾ സപ്ലിമെന്റ് കൊടുക്കുന്നുണ്ട്. അത് കണ്ടിന്യൂ ചെയ്യാൻ പറയണം, കഴിക്കണം. ഒരു 6 മാസം വരെയെങ്കിലും മിനിമം അത് കൊടുക്കുക എന്നുള്ളതാണ് ഒരു റെക്കമെൻഡേഷൻ ഇപ്പോൾ. ഇനി മറ്റൊരു കാര്യമാണ് കുട്ടികളുടെ വെയിറ്റ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്. അതായത് ജനിക്കുമ്പം ഒരു വെയിറ്റ് ആയിരിക്കാം, അത് ഇനി കുറച്ച് ഒരു പീരീഡ് കഴിഞ്ഞ് കഴിഞ്ഞെങ്കിൽ ഇത്ര വെയിറ്റ് വേണമെന്നൊരു കാര്യമുണ്ട്. അത് ശരിക്കും എങ്ങനെയാണ്, എത്ര വെയിറ്റ് ആണ് ഒരു നോർമൽ കുട്ടിക്ക് വേണ്ടത്? കുട്ടികൾക്ക് നമ്മൾ ജനിക്കുമ്പോഴുള്ളൊരു വെയിറ്റ് അനുസരിച്ചാണ് അടുത്ത ഒരു വെയിറ്റ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ കുഞ്ഞ് ജനിക്കുമ്പോൾ ഉദ്ദേശം ഒരു 3 കിലോ ഉള്ള കുട്ടിയാണെങ്കിൽ 1 വയസ്സാകുമ്പോഴേക്കും അതൊരു 3 ഇരട്ടി തൂക്കം വരണം എന്ന് പറയുന്നത്. വെച്ചാൽ 9 കിലോ ഉദ്ദേശം 1 വയസ്സാകുമ്പോൾ. 2 വയസ്സാകുമ്പോൾ 4 ഇരട്ടി തൂക്കം, ജനിച്ച തൂക്കത്തിന്റെ 4 ഇരട്ടി. അപ്പോൾ ജനിക്കുമ്പോൾ ഒരു 3 കിലോ ഉള്ള കുട്ടിയാണെങ്കിൽ 2 വയസ്സാകുമ്പോൾ 12 കിലോ. ജനിക്കുമ്പോൾ 2.5 കിലോ ഉള്ള കുട്ടിയാണെങ്കിൽ ആ കുട്ടി 2 വയസ്സാകുമ്പോൾ 10 കിലോ. ആ റേഞ്ചിൽ നിന്നാൽ തന്നെ ധാരാളമാണ്. അപ്പോൾ പല പാരന്റ്സും പറയടാണ് കുട്ടിക്ക് വെയിറ്റ് ഇല്ല. പലരും വന്നിട്ട് പറയും കുഞ്ഞിനെന്തിലെ കൊടുക്കുക, വെയിറ്റ് ഇല്ല എന്നൊക്കെ പറയുന്നത്. അപ്പോൾ അത് എല്ലാ കുട്ടികളും ഒരുപോലെ ആയിരിക്കത്തില്ല. ആ ജനിക്കുമ്പോൾ ഉണ്ടാവുന്ന ഒരു കോൺസ്റ്റന്റ് അതനുസരിച്ചാണ് അവർ ഭാവിയിൽ വെയിറ്റ് വെച്ചിട്ട് പോകുന്നത്. അപ്പോൾ നമ്മൾ കുറച്ച് വലുതായി കഴിയുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, കുഞ്ഞുങ്ങൾ കറക്റ്റായിട്ട് വെയിറ്റ് വെച്ച് പോകുന്നുണ്ടോ. ഇപ്പോൾ 5 വയസ്സിലൊരു ഉദ്ദേശം ഒരു 14-15 കിലോ വെയിറ്റ്, അല്ലെങ്കിൽ ഹൈറ്റ്. നമ്മൾ ക്ലാസ്സിൽ ചെല്ലുമ്പോൾ മറ്റു കുട്ടികളൊക്കെ ആയിട്ടൊക്കെ ഒന്ന് നോക്കുക നമ്മുടെ കുഞ്ഞിൻ്റെയും പൊക്കം അതുപോലെ തൂക്കമൊക്കെ എങ്ങനെ ഉണ്ടെന്നുള്ളൂ. ഒത്തിരി കുറവൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു സ്ഥലം അവിടെയാണ്. അവിടെ നിന്ന് കമ്പയർ ചെയ്യാൻ പറ്റും കുട്ടികളുടെ ഹൈറ്റും വെയിറ്റ് എങ്ങനെയെന്നുള്ളത്. അപ്പോൾ തീരെ കുറവുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ നോക്കണം. അപ്പോൾ വെയിറ്റ് കുറവിന് പ്രധാന കാരണം നമ്മുടെ കുട്ടികളിൽ ഭക്ഷണത്തിന് പുറമേ തന്നെ ഉറക്കക്കുറവും മറ്റ് പല അസുഖങ്ങളും കൊണ്ടും വെയിറ്റ് കുറയാം. അപ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങൾ ജനിക്കുന്ന കുഞ്ഞുങ്ങൾ ഓൾമോസ്റ്റ് ഒരു 22 മണിക്കൂറോളം ഉറങ്ങുമെന്നാണ് പറയുന്നത്. അതുകൂടാതെ പിന്നെ അങ്ങോട്ട് വളരുന്നതനുസരിച്ച് അവരുടെ ഉറക്കത്തിൽ കുറച്ച് കുറയുമെങ്കിലും ഒരു 2 വയസ്സാകുമ്പോഴും അതുപോലെ 3 വയസ്സാകുമ്പോഴൊക്കെ കുട്ടികൾ മിനിമം ഒരു 16 മണിക്കൂറോളം ഉറങ്ങുമെന്ന് പറയുന്നത്. 10 വയസ്സാകുന്ന കുട്ടികൾ മിനിമം ഒരു 10 മണിക്കൂറിന് മേലെ ഉറങ്ങണം. നമ്മുടെ കുട്ടികൾ ഇപ്പോൾ നേരത്തെ സ്കൂളിൽ പോകുന്ന ഒരു അവസ്ഥ ആയതുകൊണ്ട് അവരുടെ ഉറക്കമൊക്കെ വളരെയധികം കുറവാണ്. അപ്പോൾ ഉറക്കം കുറഞ്ഞു കഴിഞ്ഞാൽ പ്രതിരോധശക്തിയെ കുറയും, അതാവും. അല്ല, ഉറങ്ങുമ്പോഴാണ് ഈ ഗ്രോത്ത് ഹോർമോൺ റിലീസ് ചെയ്യുന്നത്. കുഞ്ഞുങ്ങൾ വളരുന്നത് ശരിക്കും ഉറങ്ങുമ്പോഴാണ്. അതുപോലെ മെമ്മറിയും മറ്റു കാര്യങ്ങളൊക്കെ സെറ്റ് ആവുന്നതും ഉറങ്ങുമ്പോഴാണ്. അപ്പോൾ ഈ കുഞ്ഞുങ്ങൾക്ക് പ്രതിരോധശക്തി കുറയുക, തൂക്കം വെക്കാതിരിക്കുക, പഠിക്കാൻ പിന്നോട്ട് പോവുക, ഇതൊക്കെ ശരിക്കും ഉറക്കക്കുറവ് കൊണ്ട് തന്നെ വരുന്നതാണ്. അപ്പോൾ അവരെ ഒത്തിരി 10 വയസ്സുള്ള കുട്ടിയാണെങ്കിൽ, ഉദ്ദേശം 5ാം ക്ലാസ് പഠിക്കുന്ന കുട്ടിയാണെങ്കിൽ മിനിമം ഒരു 10 മണിക്കൂറെങ്കിലും അവർ കമ്പൾസറി ഉറക്കാൻ ശ്രദ്ധിക്കണം. അപ്പോൾ നേരത്തെ കിടത്തി ഉറക്കുക, എന്നിട്ട് അതനുസരിച്ച് ഉറക്കത്തിന്റെ ടൈം കൂട്ടിയെടുക്കുക. നമുക്കൊരു കോളർ ഉണ്ട്. വെൽക്കം ടു ഡോക്ടേഴ്സ് ക്യാബിൻ. ആരാണ്? നമസ്കാരം. ഹലോ, നമസ്കാരം. ഡോക്ടറോട് സംസാരിച്ചോളൂ. സാറേ നമസ്കാരം. പറയൂ. ഇത് വടകര. ഞാൻ മകൾക്ക് വേണ്ടിയിട്ടാണ്. ചോദിച്ചോ. എന്റെ മകൾക്ക് ഇപ്പൊ 5.5 വയസ്സായി. അവൾക്കിപ്പോ 2 ദിവസമായിട്ട് കാലിന്റെ ഈ മസിലുണ്ടല്ലോ താഴ്ഭാഗം, അവിടുന്ന് വേദന ആയതാണ്. ശരി. ചെറുതായിട്ട് പനി, രാത്രി മാത്രം ചെറുതായിട്ട് പനി. ശരി ശരി. അപ്പൊ ഇന്ന് ഇവിടെയുള്ള അടുത്തുള്ള ഡോക്ടറെ കാണിച്ചു, ചിൽഡ്രൻ സ്പെഷ്യലിസ്റ്റ്. അപ്പൊ ബ്ലഡ് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി പറഞ്ഞു. ബ്ലഡ് ടെസ്റ്റ് ചെയ്തു. ഓക്കെ. അത് CBC, ESR ഇത് രണ്ടും ചെയ്തിട്ടുണ്ട്. ഇതില് പ്ലാറ്റ്ലെറ്റ് കൗണ്ട് 1.4 lakhs ആണ്. അപ്പൊ ഡോക്ടർ പറഞ്ഞു അത് കുറച്ച് കുറവുണ്ട് എന്ന് പറഞ്ഞു. ശരി ശരി. നമ്മള് ഏതൊരു വൈറൽ ഇൻഫെക്ഷൻ വന്നാലും കൗണ്ട് കുറയും. അതിപ്പോ ഡെങ്കിപ്പനി തന്നെ ആവണം നിർബന്ധമില്ല. വൈറൽ ഫീവറിന് പൊതുവെ കൗണ്ട് കുറയും. അതൊരു 1 lakhന് താഴേക്ക് പോയി കഴിഞ്ഞാൽ നമ്മൾ കൂടുതൽ അറിയേണ്ട കാര്യമുള്ളൂ. എന്നാലും ഒരു 30,000 വരെയൊക്കെ നമ്മൾ വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ അത് മെയിൻറ്റെയിൻ ചെയ്ത് പോകാൻ പറ്റും. എന്നിട്ട് ട്രാൻസ്ഫ്യൂഷൻ്റെ ഒക്കെ ആവശ്യമുള്ളൂ. അപ്പോൾ ഒത്തിരി അറിയേണ്ട, ഡെങ്കിപ്പനി ആവണം നിർബന്ധമില്ല. സിമ്പിൾ വൈറൽ ഫീവർ തന്നെ ആയിരിക്കാം. ഉടനെ ടെസ്റ്റ് ചെയ്താൽ ഇപ്പോൾ ഡെങ്കിപ്പനി ഇതിൽ കാർഡിൽ കിട്ടിയെന്ന് വരില്ല.
അതുകൊണ്ട് വെയിറ്റ് ചെയ്തിട്ട് ശേഷം വേണമെങ്കിൽ ഒത്തിരി കൗണ്ട് കുറഞ്ഞു പോകുന്നുണ്ടെങ്കിൽ നമ്മളത് ശ്രദ്ധിക്കുക. പിന്നെ കാലുവേദന ഏതൊരു വൈറൽ പനിയിലും ഒരു കാലുവേദന ഇപ്പോൾ കാണുന്നുണ്ട്. വൈറൽ മയോസൈറ്റിസ് എന്ന് പറയും, കാലിന് ഒരു വേദന, കാഫ് മസിൽസിന് പ്രത്യേകിച്ചും. അപ്പോൾ കുഞ്ഞുങ്ങൾക്ക് നടക്കാനൊക്കെ ഭയങ്കരമായിട്ട് പ്രയാസം തോന്നാറുണ്ട്. അത് ആ ഒരു 2-3 ദിവസത്തേക്ക് കണ്ടുവരുന്നുണ്ട്. ഏതായാലും ആളുടെ കണ്ടീഷനൊക്കെ നോക്കുക, ധാരാളം വെള്ളം കുടിപ്പിക്കുക. കാരണം ഡെങ്കിപ്പനിയിലും കാര്യങ്ങളിലൊക്കെ നമ്മൾ നല്ലപോലെ വെള്ളം കുടിപ്പിച്ച് ബോഡി ഹൈഡ്രേറ്റ് ചെയ്ത് വെക്കുക എന്നുള്ളതാണ്. നമ്മുടെ ജലാംശം ശരീരത്തിൽ ഒത്തിരി കൂടുതൽ വെക്കേണ്ട സമയമാണ്, പ്രത്യേകിച്ച് പനി വരുന്ന സമയങ്ങളിൽ. അപ്പോൾ അത് ശ്രദ്ധിക്കുക. കൗണ്ട് ഒന്നും കൂടി ഒന്ന് റിപ്പീറ്റ് ചെയ്യുക. ഒരു 2 ദിവസം കഴിഞ്ഞിട്ട് ഒന്നുകൂടി ഒന്ന് കൗണ്ട് നോക്കിയിട്ട് അതിൽ വരുന്ന വ്യതിയാനം എന്താണെന്ന് ഡോക്ടറെ അടുത്ത് സംസാരിക്കുക കേട്ടോ. ഭക്ഷണം ഇപ്പം ഞാൻ പറയില്ല, വെള്ളം നല്ലപോലെ കൊടുക്കുക. പിന്നെ ഒത്തിരി ഹെവി ആയിട്ട് ഭക്ഷണം കൊടുക്കണ്ട, ഒന്ന് ലൈറ്റ് ആയിട്ട് ആളെ വയറിനൊക്കെ ഒത്തിരി റെസ്റ്റ് കൊടുക്കുന്ന രീതിയിൽ ഭക്ഷണങ്ങൾ ശ്രദ്ധിച്ച് കൊടുക്കുക. താങ്ക്സ് ഫോർ കോളിംഗ്. ഇനി കുട്ടികളിലുണ്ടാകുന്ന വിരശല്യം പല കൊച്ചുകുട്ടികളിലും കാണാറുള്ളതാണ്. അപ്പോൾ അതിനെന്താണ് ചെയ്യേണ്ടത്? അതിന് നമ്മൾ എന്തെങ്കിലും മെഡിസിൻ വാങ്ങിച്ച് നമ്മൾ വീട്ടിൽ തന്നെ വെക്കുന്നതിൽ കുഴപ്പമുണ്ടോ? അത് കുട്ടികളുടെ പ്രശ്നം കാണുമ്പോൾ നമുക്ക് കൊടുക്കാവുന്ന വിധത്തിൽ അങ്ങനെ വെക്കുന്നതിൽ കുഴപ്പമുണ്ടോ? അതോ ഓരോ പ്രശ്നം കാണുമ്പോഴും അപ്പോൾ തന്നെ ഡോക്ടറിനെ കണ്ട് ഡോക്ടർ പ്രിസ്ക്രൈബ് ചെയ്യുന്ന മെഡിസിൻസ് ആണോ കൊടുക്കുന്നത്? നമ്മൾ വിരയുടെ മരുന്നിനെ കുറിച്ച് പറയുമ്പോൾ ഐഡിയലി വിരശല്യം ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ കുഞ്ഞിൽ തീരെ ഭയങ്കര വളർച്ചയുണ്ട്, അല്ലെങ്കിൽ തീരെ ഭക്ഷണം ആരോഗ്യം വെക്കുന്നില്ല, ഫുഡ് കഴിക്കുന്നില്ല, അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ മരത്തിൽ വിര കണ്ടു കഴിഞ്ഞാൽ, വല്ല മലദ്വാരത്തിലൂടെ രാത്രി ചൊറിയുക, അങ്ങനെ എന്തെങ്കിലും ബുദ്ധിമുട്ട് കാണണമെങ്കിൽ നമ്മൾ എപ്പോൾ വേണമെങ്കിലും വിരയ്ക്ക് മരുന്ന് കൊടുക്കാം. അതല്ലെങ്കിൽ ഐഡിയലി നമ്മൾ ഫസ്റ്റ് ഡോസ് വാക്സിൻ വിരയുടെ മരുന്ന് കൊടുക്കേണ്ടത് 1.5 വയസ്സിൽ കൊടുക്കുന്നതിന് അപ്രോപ്രിയേറ്റ് ടൈമാണ്. അത് കൂടാതെ ഇനിയിപ്പോൾ തീരെ ബ്ലഡ് ഇല്ല, കുഞ്ഞൊന്നും കഴിക്കുന്നില്ല, തീരെ ആരോഗ്യമില്ലാത്ത കുഞ്ഞാണെങ്കിൽ 9 മാസം, കാരണം അവർ 9 മാസം തൊട്ട് എന്തെങ്കിലുമൊക്കെ പെറുക്കി തിന്നുന്ന ഒരു സമയമാണ് കുഞ്ഞുങ്ങൾ, നിറയുന്ന കിട്ടുന്ന എന്തെടുത്ത് വായിലുള്ള സമയമാണ്. അപ്പം അങ്ങനെ ഒരു വിര നമ്മൾ കണ്ടിട്ടുണ്ട്, അല്ലെങ്കിൽ വളർച്ചയുണ്ട്, തീരെ ആരോഗ്യമില്ലെങ്കിലാണ് 9 മാസത്തിലും നമുക്ക് ഫസ്റ്റ് ഡോസ് കൊടുക്കാം. മിക്കയിടത്തും വരുന്ന പ്രശ്നം 2 വയസ്സ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫുൾ ഡോസാണ് കുട്ടികൾക്ക് വിരയ്ക്ക് മരുന്ന് കൊടുക്കേണ്ടത്. നമ്മൾ പകുതിയായിട്ട് കൊടുക്കുകയത്. 2 വയസ്സിന് താഴെയാണ് അത് 2 ഡിവൈഡ് ഡോസായിട്ട് കൊടുക്കാം. 2 വയസ്സ് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ഫുൾ ഡോസായിട്ട് തന്നെ കൊടുക്കണം. പിന്നെ പ്രത്യേകം വരെയുണ്ട്. ഇപ്പോൾ ഈ ചെറിയ കുഞ്ഞു വരെയും അങ്ങനെ പിൻവോംസ് അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ചിലപ്പോൾ നമ്മൾ സാധാരണ കൊടുക്കുന്ന ആൽബൻഡോസോൾ കൊണ്ട് ചിലപ്പോൾ മാറിയെന്ന് വരില്ല. അതിന് വേറൊരു മരുന്ന് കൂടി നമ്മൾ കൊടുക്കണം, ഐവർമെക്ട് എന്ന് പറഞ്ഞിട്ടുള്ള മരുന്നുകൾ. അപ്പോൾ പിന്നെ അത് റിപ്പീറ്റ് ഡോസിൽ നമ്മൾ കൊടുക്കണം. ഒത്തിരി വരെ ഉണ്ടെങ്കിൽ അത് ചിലപ്പോൾ 3 കോൺസിക്യൂട്ടീവ് ഡേയ്സിൽ കൊടുക്കേണ്ട ഇതൊക്കെ ആവശ്യം വരാറുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കണ്ടീഷനിൽ ഡോക്ടറെ കൺസൾട്ട് ചെയ്ത് തന്നെ എഴുതി മേടിക്കണം. അത് അല്ലെങ്കിൽ ഡോക്ടറെ കണ്ടിട്ട് തന്നെ വിരയുടെ മരുന്ന് എല്ലാ 6 മാസം തോറും, ഐഡിയലി നമ്മളൊരു 6 വയസ്സ് വരെ, അതല്ല വൈറ്റമിൻ എയും, അപ്പോൾ എല്ലാ 6 മാസം തോറും 6 വയസ്സ് വരെ വിരയുടെ മരുന്നും വൈറ്റമിൻ എയും കൊടുക്കുന്ന നല്ലതാണ്. വിര അതിൻ്റെ ഇടയിൽ എപ്പോൾ കണ്ടാലും നമ്മൾ വിര മരുന്ന് കൊടുക്കണം. വേറെ വീട്ടിൽ ഏതിൽ കുട്ടിയിൽ കണ്ടു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും പെട്ടെന്ന് പകരുന്ന ഒരു ഇതായതുകൊണ്ട് വീട്ടിലെല്ലാവരും ഡീവം വിരയ്ക്ക് മരുന്ന് കഴിക്കേണ്ടത് ആവശ്യമാണ്. അതുപോലെ വിരയ്ക്ക് മരുന്ന് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നഖം വെട്ടിയ ശേഷം വിരയുടെ മരുന്ന് കൊടുക്കുന്നതായിരിക്കും എപ്പോഴും നല്ലത്. കാരണം ഇത് കുഞ്ഞുങ്ങൾ ചൊറിഞ്ഞു കഴിയുമ്പോൾ ഈ വിരയുടെ മുട്ടയെല്ലാം നഖത്തിനകത്തുണ്ടാവും. അപ്പോൾ നെക്സ്റ്റ് ഡേ കൊച്ചു രാവിലെ ഭക്ഷണം കഴിക്കുമ്പോൾ ഈ വിരയുടെ മുട്ട അകത്ത് ചെന്നിട്ട് വീണ്ടും അത് വിര വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതിന് ആ കാര്യം കൂടി ശ്രദ്ധിക്കുക. ഇനി കുട്ടികൾ ഇപ്പോൾ സ്കൂളിലൊക്കെ പോയി തുടങ്ങുന്ന കുട്ടികളിൽ അമിതമായ ക്ഷീണം കാണാറുണ്ട്. അപ്പോൾ അതിനെന്താണ് ചെയ്യേണ്ടത്? അത് ശരിക്കും സ്കൂളിൽ പോകുന്നതിൻ്റെ ആ ഒരു ക്ഷീണം മാത്രമാണോ? അതിൽ ദിവസവും ക്ലാസ്സിലിരിക്കുന്നതിൻ്റെ ഒരു ക്ഷീണം മാത്രമാണോ? അതോ അതിൽ നമ്മൾ വറി ചെയ്യേണ്ടതായിട്ട് എന്തെങ്കിലും ഉണ്ടോ? ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം തന്നെ, അവിടെ ഉറക്കം രാത്രി ഉറക്കം കുറവുള്ള കുട്ടികൾക്ക് പകൽ തീർച്ചയായിട്ടും ക്ഷീണം ഉണ്ടാവും. ഈ ഉറക്കം കുറയാൻ മറ്റൊരു കാരണം, ഇനിയിപ്പോൾ കുഞ്ഞ് ഉറങ്ങുന്നുണ്ട്, നമ്മൾ നേരത്തെ കിടത്തി ഉറങ്ങും, പക്ഷേ ഈ കുഞ്ഞ് കറക്റ്റായിട്ട് ഉറങ്ങുന്നുണ്ടോ, സൗണ്ട് സ്ലീപ്പ് കിട്ടുന്നുണ്ടോ എന്നുള്ള കാര്യമായിട്ട് നമ്മൾ നോക്കണം. ഒട്ടുമിക്ക കുട്ടികളിലും, കാരണം നമ്മൾ അലർജിയുടെ ക്യാപിറ്റലാണ് നമ്മുടെ കേരളം. അപ്പം അങ്ങനെ വരുമ്പോൾ മൂക്കിന് അഡിനോയിഡ്സിന്റെ കംപ്ലൈന്റ് ഒത്തിരി കണ്ടുവരുന്നുണ്ട്. അപ്പോൾ ഈ മൂക്കിനകത്തുണ്ടെങ്കിൽ കുഞ്ഞ് രാത്രി കൂർക്കം വലിക്കും. അപ്പോൾ സ്നോറിങ് കുഞ്ഞുങ്ങളിൽ കണ്ടു കഴിഞ്ഞാൽ അത് വലിയവരും വലിക്കുന്നുണ്ടല്ലോ, എൻ്റെ കുഞ്ഞും വലിച്ചോട്ടെ, അങ്ങനെ രീതിയിൽ എടുക്കരുത്. കുഞ്ഞ് വാ തുറന്ന് ഉറങ്ങുക, കൂർക്കം വലിക്കുക, അപ്പോൾ അങ്ങനെയുള്ള പ്രശ്നങ്ങൾ കാണാം. പല്ല് പൊന്തി വരിക, മോണ പൊന്തി വരിക, ആരോഗ്യം വെക്കാതിരിക്കുക, കൂടെ കഫക്കെട്ട് വരിക, അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഡോക്ടറെ കാണണം. പീഡിയാട്രീഷ്യനെ കണ്ടിട്ട് ഈ പറഞ്ഞ കൂർക്കം വലിക്ക് അഡിനോയിഡിന്റെ കംപ്ലൈന്റ് ഉണ്ടോ എന്നുള്ളത് കാര്യം നമ്മൾ റൂൾ ഔട്ട് ചെയ്യണം. അതുകൂടാതെ പിന്നെ കുഞ്ഞുങ്ങളിൽ അപ്പോൾ ഈ രാത്രി ഉറങ്ങാത്ത കുഞ്ഞാകുമ്പോൾ അതിന് പകല് ഡേ സ്ലീപ്പർ, രാത്രി ഉറങ്ങാത്ത കുട്ടികൾ പകൽ ഉറങ്ങിപ്പോകും, അവർ പഠനത്തിൽ പിന്നോട്ട് പോകും, ക്ലാസ്സിൽ ശ്രദ്ധ കാണിക്കത്തില്ല. അപ്പോൾ അങ്ങനെ വരുമ്പോഴും അവരെ പഠനത്തിലും പിന്നോട്ടായിരിക്കും, ആരോഗ്യത്തിനും മൊത്തത്തിൽ ബാധിക്കുന്ന ഒരു കാര്യമാണ് ഈ അഡിനോയിഡ്സ്. പിന്നെ ക്ഷീണത്തിൻ്റെ കാര്യം ചോദിച്ചപ്പോൾ ഈ പറഞ്ഞ വിളർച്ച ഒട്ടുമിക്ക കുട്ടികളിലും ഉണ്ട്. അപ്പോൾ നമ്മൾ വിര ഇളക്കി കഴിഞ്ഞാലും പറഞ്ഞല്ല ഫുഡിലും കൂടെ മറ്റേ നമ്മൾ അയൺ കണ്ടൻസ് അടങ്ങിയ ധാരാളം ഭക്ഷണങ്ങൾ, ഇരുമ്പ് അടങ്ങിയിട്ടുള്ള ഒത്തിരി ഭക്ഷണങ്ങൾ കുട്ടികൾക്ക് കൊടുത്ത്, ഇനിയിപ്പോൾ ഒത്തിരി കുറവാണെങ്കിൽ അതിൻ്റെ അയൺ ടോണിക്, നമ്മൾ മിനിമം ഒരു കുട്ടിക്ക് ഒരു അയൺ ടോണിക് എങ്കിലും വിറ്റാമിൻ എഴുതണമെങ്കിലും എഴുതണം എന്ന് നമ്മൾ റിക്വസ്റ്റ് ചെയ്യുന്നത്.
കാരണം അത്രയും കുഞ്ഞുങ്ങളിൽ വളർച്ച കണ്ടുവരുന്നുണ്ട്. അത് ക്ഷീണത്തെ അവർ ബാധിക്കും. ബാധിക്കും. പ്രത്യേകിച്ച് കൗമാരപ്രായക്കാർ അവർ ബ്ലഡിൻ്റെ ഒത്തിരി കുറവ് അവർക്ക് വരാം, പീരീഡ്സ് ഒക്കെ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ. അപ്പോൾ ആ കുട്ടികൾ ചുരുങ്ങിയ പക്ഷം ഇത്തിരി ചീര, മുരിങ്ങയിലയൊക്കെ ഡെയിലി ഒരു പിടി ചീര ഒരു ദിവസം കഴിച്ചു കഴിഞ്ഞാൽ ഈ കൗമാരപ്രായക്കാർക്ക് ഒരു ദിവസം ആവശ്യമുള്ള അത്രയും അയൺ അതിൽ നിന്ന് കിട്ടുമെന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങളെ വെജിറ്റബിൾസ്, അയൺ, ചീരയും ഇതൊക്കെ കൊടുത്ത് പഠിപ്പിക്കുക. അതുപോലെ കുഞ്ഞു കുട്ടികൾക്ക് നമ്മൾ ചോറൊക്കെ കൊടുക്കുമ്പോൾ അതിൽ ഈ ചീരയും ഇതൊക്കെ നല്ലപോലെ വേവിച്ചിട്ട് ചോറിൽ മിക്സ് ചെയ്ത് ഒക്കെ ആയിട്ട് കുഞ്ഞുങ്ങൾക്ക്, ചെറിയ കുഞ്ഞുങ്ങൾക്കും കൊടുത്ത് പഠിപ്പിക്കാം. എന്നാലും ഡോക്ടർ നമ്മുടെ സമയം എടുത്തിരുന്നിരിക്കുകയാണ്. അപ്പോൾ ഡോക്ടർ പറഞ്ഞ പോലെ തന്നെ ചില നിസ്സാര കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ കുട്ടികളിലുണ്ടാകുന്ന പല അസുഖങ്ങൾ, എക്സാമ്പിൾ ഹാൻഡ് വാഷിൽ കുട്ടികളൊരു ശീലമാക്കി കഴിഞ്ഞാൽ അണുബാധ കൊണ്ടുണ്ടാകുന്ന രോഗങ്ങൾ തടയാൻ പറ്റും. അതുപോലെ തന്നെ ഭക്ഷണക്രമത്തിൽ ചില ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ മറ്റു പല അസുഖങ്ങളും തടയാൻ പറ്റും. അതെ, അതുപോലെ വെള്ളം കുടിക്കണം. അതെ, സ്കൂളിൽ പോകുന്ന കുട്ടികൾ യൂറിൻ പാസ് ചെയ്യണം. അതുകൂടി ഒരു പ്രധാന പോയിന്റ് ഒന്ന് ഹൈലൈറ്റ് ചെയ്ത് പറഞ്ഞോട്ടെ. കാരണം യൂറിൻ ഇൻഫെക്ഷൻ അത്ര നിസ്സാരമായിട്ട് എടുക്കേണ്ട കാര്യമല്ല, വലിയൊരു അസുഖമാണ്. മിനിമം 3 times സ്കൂളിൽ പോയി മൂത്രമൊഴിക്കണം. അതുപോലെ ഹൈജീൻ മെയിൻറ്റെയിൻ ചെയ്യണം, വെള്ളം കുടിക്കണം. വെള്ളം നല്ലൊരു കുടിച്ചാൽ തന്നെ ആരോഗ്യം ഉണ്ടാവും. അതിനുമ്പോൾ നമുക്ക് അവസാനമായി ഒരു കോളർ കൂടിയുണ്ട്. വെൽക്കം ടു ഡോക്ടേഴ്സ് ക്യാബിൻ. ആരാണ്? ഹലോ, ഞാൻ ഷൈമോളാണ്. ഡോക്ടർ സംസാരിച്ചോളൂ. ഷൈമോളെ പറഞ്ഞോളൂ. എന്റെ 6 വയസ്സുള്ള ട്വിൻസ് ആണ്. അവർക്ക് എപ്പോഴും ടോൺസിലൈറ്റിസ് വരുന്നുണ്ട്. അത് എന്താണ് കാരണം? ടോൺസിലൈറ്റിസ് ചിലർക്കൊരു പാരമ്പര്യ സ്വഭാവം ഇവിടെ കാണുന്നുണ്ട്. അത് പാരന്റ്സിന് അങ്ങനെ വരുന്നതിൽ കുഞ്ഞുങ്ങൾക്ക് അത് വരാനുള്ള സാധ്യതയുണ്ട്. അപ്പം നമ്മൾ കുറച്ചുകൂടെ കെയർ ചെയ്യുക, ഇയർ ഇൻഫെക്ഷൻ വരാതെ നോക്കുക, അഡിനോയിഡ്സ് ഉണ്ടോ എന്ന് നോക്കുക. പിന്നെ വരാതിരിക്കാനുള്ള ചെറിയ പ്രത്യേക മരുന്നുകളൊക്കെ ഉണ്ട്. ഇനി അത് കൂടെ ബുദ്ധിമുട്ടിക്കുക, ചില ആഴ്ചയിൽ അല്ലെങ്കിൽ 2 ആഴ്ച കൂടുമ്പോഴൊക്കെ അഡിനോയിഡ്സ് ഈ ടോൺസിലൈറ്റിസ് ഒക്കെ വരുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ കുറച്ചൊരു മുതിർന്നു കഴിഞ്ഞാൽ സർജറി എടുത്ത് കളയണം, ടോൺസിലൈറ്റിസ് മാറ്റി. ആഹാരം കഴിക്കുമ്പോൾ അങ്ങനെ വല്ലതാണോ വരുന്നത്? ഇല്ല, ചില കുട്ടികൾക്ക് തണുത്ത ആഹാരങ്ങൾ ഒഴിവാക്കാൻ പറയാറുണ്ട്. പ്രത്യേകിച്ച് പിന്നെ ഈ പാർട്ടിയിലൊക്കെ പോകുമ്പോഴേ കല്യാണങ്ങൾക്ക് ഐസ്ക്രീം ഒഴിവാക്കാം. ഐസ്ക്രീം കഴിക്കാൻ ഇത്രയും ആഗ്രഹം ഉണ്ടെങ്കിൽ നല്ല കടയിൽ പോയിട്ട് വൃത്തിയുള്ള ഐസ്ക്രീം വാങ്ങിച്ചു കൊടുക്കുക. പിന്നെ ന്യൂട്രീഷൻ എക്സ്പേർട്ട്, ഇപ്പോൾ എൻ്റെ ഹോസ്പിറ്റലിൽ നമ്മൾ ഫ്രീ ആയിട്ട് ന്യൂട്രീഷൻ എക്സ്പേർട്ടിനെ നമ്മൾ വെച്ചിട്ടുണ്ട്. കാരണം ഇത്രയധികം ന്യൂട്രീഷൻ പ്രോബ്ലം കുട്ടികളുള്ളത് കൊണ്ട്. അപ്പോൾ അത് കാര്യം നമ്മളൊന്ന് കറക്റ്റ് ചെയ്യുക. പിന്നെ ഈ പറഞ്ഞ ഹാൻഡ് വാഷും ഹാൻഡ് വാഷ് ശ്രദ്ധിക്കുക, കൈ നല്ലപോലെ കഴുകാൻ പറയുക. പിന്നെ കുട്ടികൾക്ക് ചുമയുള്ള ആൾക്കാരുടെ അടുത്തേക്ക് പോകാതിരിക്കാൻ പറയുക. ഒത്തിരി ഒരു 5 വയസ്സ് വരേക്കൊന്ന് അവരെ ശ്രദ്ധിക്കുകയാണെങ്കിൽ, ഈ കുഞ്ഞു കുട്ടികൾ 5 വയസ്സ് വരെയൊക്കെയാണ് കൂടുതൽ ഈ അസുഖങ്ങൾ കൂടുതൽ വരിക. അപ്പോൾ ആ പ്രായം ഒന്ന് നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ. പിന്നെ വരാതിരിക്കാൻ മരുന്നുകളൊക്കെ ഉണ്ട്, പീഡിയാട്രീഷ്യനെ കടന്ന് കൺസൾട്ട് ചെയ്യുക. ഏതാണ്? ആയിക്കോട്ടെ, ആന്റിബയോട്ടിക് കൊടുത്തോളൂ. എന്നിട്ട് അത് ഡോക്ടറെ കൺസൾട്ട് ചെയ്യണം. അത് മാറിയില്ലെങ്കിൽ വേറെ മെഡിസിൻസ് ഉണ്ട്, ഡോക്ടർ അത് തരും. പറയേണ്ട ആവശ്യമില്ല കേട്ടോ. താങ്ക്സ് ഫോർ കോളിംഗ് ഡോക്ടർ. എന്നാലും നമ്മുടെ സമയം തീർന്നിരിക്കുകയാണ്. താങ്ക് യു സോ മച്ച് ഡോക്ടേഴ്സ് ക്യാബിനിൽ പങ്കെടുത്തതിന്. ഇന്നത്തെ ഡോക്ടേഴ്സ് ക്യാബിൻ്റെ സമയം ഇവിടെ പൂർണ്ണമാകുന്നു. നാളെ മറ്റൊരു വിഷയമായി വീണ്ടും കാണാം. സ്റ്റേ ഹെൽത്തി.